2.86 കോടി ജനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലുള്ളത്. സംസ്ഥാനത്തെ എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾക്കായി സർക്കാർ വൻ തുക ചിലവാക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരുടെ പരിശീലന പരിപാടികൾ, അവർക്കുള്ള പ്രത്യേക അലവൻസ്, വോട്ടിംഗ് മെഷീൻ, സ്റ്റേഷനറി സാധനങ്ങൾ, ഗതാഗതം, വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ തയ്യാറാക്കൽ, വോട്ടെണ്ണൽ എന്നിങ്ങനെ ലിസ്റ്റ് നീളുന്നു. തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടർ വോട്ട് ചെയ്യുന്നതിന് സർക്കാരിൽ നിന്ന് ചെലവാകുന്നത് 70 രൂപയാണ്. 2.86 കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ തെരഞ്ഞെടുപ്പിനെ സർക്കാരിന് ചെലവാകുന്നത് 200 കോടി രൂപയ്ക്ക് മുകളിലാണ്. 2020 തെരഞ്ഞെടുപ്പിന് 169 കോടി രൂപയാണ് ചിലവഴിച്ചത്. ഓരോ 5 വർഷം കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പ് ചെലവിൽ ഗണ്യമായ വർധന ഉണ്ടായി. 2010 തെരഞ്ഞെടുപ്പിന് 65 കോടി രൂപയാണ് സർക്കാർ ചെലവിട്ടതെങ്കിൽ 2015 ചെലവ് 88 കോടിയായിരുന്നു. 35% വർധന. 2020 92% വർധനയോടെ 168.82 കോടി രൂപയായി ചെലവ്. ഈ കണക്കുകളിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന്റെ ചെലവോ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ശമ്പളമോ ഉൾപ്പെടുന്നില്ല. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയും സർക്കാർ നല്ലൊരു തുക എല്ലാ കൊല്ലവും മുടക്കുന്നുണ്ട്. 2022-23 3.02 കോടി രൂപയാണ് ചെലവഴിച്ചത്. 2021-22 3.33 കോടി രൂപയായിരുന്നു ചെലവ്.